ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇവാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. അപ്പോൾ അതിന് നമുക്ക് ബാജിക്ക് വേണ്ടുന്ന കൂട്ടെങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 പൊട്ടറ്റോ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് ഉടച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് വഴറ്റാനായിട്ട് ഞാനിവിടെ ഒരു സവാള അരിഞ്ഞതും 2-3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം ഇട്ടതിന് ശേഷം നമുക്ക് ഈ സവാളയും പച്ചമുളകും ഇടാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ പെരിഞ്ചീരകം ഇട്ടു. അതൊന്ന് പൊട്ടി വരുമ്പോൾ സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം. കരിവേപ്പില ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് പൊട്ടറ്റോ പൊടിച്ചതും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്, കരിവേപ്പിലയും ചേർത്തു. ഇതിനി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും തക്കാളി ചേർക്കാം. ചെറിയൊരു തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം 1 മിനിറ്റ്. അപ്പോഴത്തേക്കും നമുക്ക് ആ പൊട്ടറ്റോ ഒന്ന് പൊടിച്ച് വരാം. അപ്പോൾ തക്കാളി ഒന്ന് വെന്തോട്ടെ. ഞാനിപ്പോൾ പൊട്ടറ്റോയും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് വഴന്നാൽ ഇച്ചിരി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പെരിഞ്ചീരകമാണ്. അതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ സവാളയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് ഒരു 10 മിനിറ്റ് വെച്ചേച്ച് അരിഞ്ഞാൽ കണ്ണ് കൂടെ വെള്ളം വരുന്നവരുടെ പ്രശ്നമുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പം നമ്മുടെ മസാല ദോശയ്ക്കുള്ള പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു അല്പം മല്ലിയില ചേർത്തിട്ടുണ്ട്, ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. നമ്മുടെ ദോശ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വെന്ത് വന്നോട്ടെ. നടുവ് ഭാഗമൊക്കെ വെന്ത് വരുമ്പം അതിലേക്ക് കുറച്ച് പൊട്ടറ്റോ വെച്ച് മടക്കിയെടുക്കാം. അപ്പം ദോശയിലേക്ക് നമ്മൾ ആ പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. അപ്പം നമ്മുടെ മസാല ദോശ റെഡി. സാമ്പാറും തക്കാളി ചമ്മന്തിയുടെയും കൂടെ. അപ്പം എൻജോയ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ.